നാം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 15 മുതൽ 18 വരെ. അവൻ അഥവാ യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം അഥവാ യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാവുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിനും അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട കൊലോസ്യർ 1-ാം അധ്യായം 15 മുതൽ 18 വരെ നാം ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വിവരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും വിവരിച്ചിട്ടുണ്ട് തൻ്റെ ലേഖനങ്ങളിൽ. അതിലൊരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ദൃശ്യനായ ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു. യേശു മനുഷ്യത്വത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കരഞ്ഞു, കണ്ണുനീർ വാർത്തു, ഉള്ളം നൊന്ത് കലങ്ങി, ആത്മാവിൽ നെടുവേർപ്പെട്ടു എന്നൊക്കെ നാം കാണും. എന്നാൽ യേശുവിൻ്റെ ദൈവത്വത്തിൽ അനേകരുടെ കണ്ണുനീരുകളെ ഒപ്പി, അഥവാ കണ്ണുനീർ തുടച്ചു, കരച്ചിലമർത്തി, പ്രത്യേകിച്ച് മരണ വീട്ടിലൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് അനേകരുടെ കണ്ണുനീരിന് പരിഹാരമായി തീർന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ യേശുവിന് വിശന്നു, ദാഹിച്ചു. യേശുവിൻ്റെ ദൈവത്വത്തിൽ യേശു അപ്പം വർദ്ധിപ്പിച്ചു. 5 അപ്പം 5000 പുരുഷന്മാർക്ക്, അതുപോലെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് 4 അപ്പം 7000 പേർക്ക്. ഇങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചു. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ ദാഹിക്കുകയും വെള്ളം ചോദിക്കുകയും ചെയ്തു. എന്നാൽ യേശു ജീവജലത്തിൻ്റെ ഉറവയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞവനാണ്. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ ദൈവാലയത്തിൻ്റെ അവസ്ഥ കണ്ട് കോപം കൊണ്ട് ജ്വലിച്ച് ചാട്ടവാറെടുത്ത് അവിടെ ഒരു ശുദ്ധീകരണം നടത്തി. എന്നാൽ തൻ്റെ ദൈവത്വത്തിൽ ദൈവിക സ്വഭാവമായി പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്നും, സന്ധ്യകാലത്ത് കരച്ചിൽ വന്ന് രാപാർക്കുമെന്നും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്നും വചനം പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. മനുഷ്യത്വത്തിൽ യേശു രോഗം ശീലിച്ചവനായിരുന്നു. എന്നാൽ തൻ്റെ ദൈവത്വത്തിൽ എണ്ണമില്ലാത്ത രോഗികൾക്ക് ശാന്തി നൽകി, സൗഖ്യം നൽകി. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ ഒരു ശരീരരൂപിയായി കാണപ്പെട്ടു. എന്നാൽ യേശു ദൈവത്തിൻ്റെ സ്വരൂപമായ ആത്മസ്വരൂപിയാണ്.
ദൈവം ആത്മാവാകുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ആ ആത്മസ്വരൂപിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ പ്രതിഫലനമായി നാം കാണുന്നത് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ മറുരൂപ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു. അതുപോലെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടന്നു, മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ ആത്മസ്വരൂപത്തിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു. അതെ, യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ്. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.